സ്റ്റാലിൻ സാർ നമസ്കാരം. അമേരിക്കയിൽ നിന്ന് ഡൊണാൾഡ് ട്രംപ് കുറെ ഇന്ത്യക്കാരെ കയ്യും കാലും കെട്ടി ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നു. ഇത് മൈ ഫ്രണ്ട് എന്ന് പറഞ്ഞ പോലെ അങ്ങനെ അഭിസംബോധന ചെയ്ത നരേന്ദ്രമോദിക്കിട്ട് തന്നെ ട്രംപ് പണിവെച്ചിരിക്കുന്നു. ഇത് ഭാരതീയരെ അധിക്ഷേപിക്കലാണ്. ഇത് ഭാരതത്തെ വല്ലാതെ മോശമാക്കിയിരിക്കുന്നു. അമേരിക്ക നിങ്ങൾ എവിടെ പോയിരിക്കുകയായിരുന്നു? പണ്ട് ഇന്ദിരാഗാന്ധി 7ാം കപ്പൽപ്പടയെ തടഞ്ഞ ധൈര്യം നരേന്ദ്രമോദിക്ക് ഇല്ലാതെ പോയി എന്ന് തുടങ്ങിയതാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിലെ ചർച്ചകളും അതുപോലെ തന്നെ പ്രതിപക്ഷവും ഒക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടുത്തെ അനധികൃത കുടിയേറ്റക്കാരെ അമേരിക്ക ഇങ്ങോട്ട്, അതായത് ഇന്ത്യയിലേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് അതിൻ്റെ പിന്നിൽ, അതിനെ എതിർക്കുന്നതിന് പിന്നിൽ നമ്മളൊന്നും വിചാരിക്കാത്ത ചില കാരണങ്ങൾ, ചില രാജ്യവിരുദ്ധ താല്പര്യങ്ങളൊക്കെ ഉണ്ട് എന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഉദ്ദേശം അത്ര നല്ലതല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. സാറിന്റെ അഭിപ്രായം എന്താണ്? അമേരിക്ക ചെയ്തതല്ല തെറ്റ്. അമേരിക്കയിലേക്ക് അനധികൃതമായിട്ട് കുടിയേറിയതാണ് തെറ്റ്. കാരണം അമേരിക്കയിൽ 55 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. നിയമപരമായിട്ട് കുടിയേറിയ 55 ലക്ഷം ഇന്ത്യക്കാരുണ്ട്. മലയാളികളായ നഴ്സുമാര്, പാരാമെഡിക്കൽസ്, ഡോക്ടേഴ്സ്, ഹോട്ടൽ മാനേജ്മെന്റുകാര്, എഞ്ചിനീയേഴ്സ്, അങ്ങനെ 55 ലക്ഷം ഇന്ത്യക്കാർക്ക് ആതിഥ്യം അരുളുന്ന രാജ്യമാണ് അമേരിക്ക. അത് നല്ല രീതിയിൽ. എന്ന് മാത്രമല്ല, ഒരു വർഷം 2 ലക്ഷം സ്റ്റുഡന്റ് വിസയാണ് അമേരിക്ക ഇന്ത്യക്ക് നിയമാനുസൃതം കൊടുക്കുന്നത്. അപ്പൊ ഒന്നാമത്തെ കാര്യം, അമേരിക്കയിലോട്ട് നിയമവിധേയമല്ലാതെ ഒളിച്ചു കടക്കേണ്ട ആവശ്യമില്ല. നിയമപരമായിട്ട് വിസ കിട്ടുന്ന ഒരു രാജ്യമാണ് അമേരിക്ക. നിയമപരമല്ലാതെ അങ്ങോട്ട് ഒളിച്ചു കടക്കേണ്ട ഒരു കാര്യമില്ല. ഇനി അങ്ങോട്ട് പോയിരിക്കുന്നവരാരൊക്കെയാണ്? ഇവിടുത്തെ ഇന്ത്യ അലയൻസുകാരായിട്ടുള്ള ആൾക്കാരാണ് ഈ ഒളിച്ചു കടന്നിരിക്കുന്നത്. നേരുള്ള ഇന്ത്യക്കാർ നേരായിട്ട് പോയിട്ടുണ്ട്. അങ്ങോട്ട് ഒളിച്ചു കടന്നിരിക്കുന്നത് ഇല്ലീഗൽ ഇമിഗ്രൻസ് എന്ന് പറയുന്ന, ക്രിമിനൽസ് എന്ന് പറയുന്നത് ഇന്ത്യ അലയൻസ് ആണ്. അതിൽ ഖാലിസ്ഥാനി, LTTE, ജിഹാദി, കൊങ്കി, പിന്നെ സ്മഗ്ലേഴ്സ്, നാർക്കോട്ടിക്സ്, ഇങ്ങനെ പല രീതിയിലുള്ള കള്ളന്മാരും കൊള്ളക്കാരുമാണ് അങ്ങോട്ട് ഒളിച്ചു കടന്നത്. അവരെ അമേരിക്ക പിടിച്ചു, തിരിച്ചയക്കുന്നു. ഇതേ പരിപാടി ഗൾഫുകാരും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് പൊതുമാപ്പ്, നിതാകത്ത്, വേറെ വാക്കൊക്കെയാ പറയുന്നതെന്ന് മാത്രം. കാരണം ഷെയ്ഖ് വാപ്പയായി പോയില്ലേ. ഷെയ്ഖ് വാപ്പയായതുകൊണ്ട് ഷെയ്ഖിനെതിരെ ഒന്നും പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇന്ത്യ അലയൻസുകാർക്ക് ഷെയ്ഖ് വാപ്പയാ. ഷെയ്ഖ് എന്ത് ചെയ്താലും കുഴപ്പമില്ല. അമേരിക്ക ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. ആ ജനാധിപത്യ രാഷ്ട്രം അവിടെ ഒളിച്ചു കടന്നവരെ തിരിച്ച് മാതൃ രാജ്യത്തേക്ക് അയക്കുന്നു. ആ മാതൃ രാജ്യത്തേക്ക് അയക്കുമ്പോൾ ആ അയക്കുന്ന സമയത്ത് വിമാനത്തിൽ ഇരുന്ന് ഇവർ അഭ്യാസം കാണിക്കാൻ പാടില്ല. ആ വിമാനത്തെ ആക്രമിക്കുകയോ പൈലറ്റിനെ ഉപദ്രവിക്കുകയോ സഹയാത്രികളെ ഉപദ്രവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ വിലങ്ങിട്ടേ കൊണ്ടുവരാൻ പറ്റത്തുള്ളൂ. ഈ അനധികൃത കുടിയേറ്റക്കാരായ ഇന്ത്യൻ വംശജർ ഇവിടുന്ന് പോയത് എങ്ങനെയാ? നമ്മൾ എയർപോർട്ടിൽ ചെന്ന ഒരു രാജ്യത്തോട്ട് പോകുമ്പോൾ എമിഗ്രേഷൻ ഓഫീസർ എന്നും പറഞ്ഞ ഒരു സർക്കിൾ ഇൻസ്പെക്ടർ അവിടെ ഇരിപ്പുണ്ട് എല്ലാ വിമാനത്താവളത്തിൽ. അദ്ദേഹത്തിന്റെ അടുത്ത് നമ്മൾ എമിഗ്രേഷൻ പാസ്സാണ്. ആ എമിഗ്രേഷൻ ഓഫീസർ നമ്മളോട് ചോദ്യം ചോദിക്കും, നിങ്ങൾ ആരാണ്, എന്താണ്, എങ്ങോട്ടാണ് പോകുന്നത്, എന്നാണ് തിരിച്ചു വരുന്നത്, ഇത് എന്ത് വിസയാണ്, ഇത് ഉറപ്പുണ്ടോ എന്നൊക്കെ ചോദിക്കും. അപ്പം അതിൽ സംശയം ഉണ്ടെങ്കിൽ അവർ എമിഗ്രേഷൻ കൊടുക്കുകയില്ല. ഇപ്പൊ ഇവര് ഇന്ത്യയിൽ നിന്ന് പോയത് അമേരിക്കയിലോട്ട് കള്ളത്തരത്തിനാന്നും പറഞ്ഞല്ല, ഗൾഫിലോട്ടാണ്, യൂറോപ്പിലോട്ടാണ്, ടൂറിസ്റ്റ് വിസയാണെന്നൊക്കെ പറഞ്ഞ് എമിഗ്രേഷനെയും ഇന്ത്യ ഗവൺമെന്റിനെയും ഭാരത മാതാവിനെയും ഇന്ത്യയുടെ നിയമത്തെയും എല്ലാവരെയും പറ്റിച്ചിട്ടാണ് ഈ കള്ള ബടുവകള് ഇല്ലീഗൽ ഇമിഗ്രേഷൻ അങ്ങോട്ട് നടത്തിയത്. ഇതിലെ വേറെ രാജ്യത്ത് ചെന്ന്, അവിടുന്ന് മെക്സിക്കോയിൽ ചെന്ന്, അവിടുന്ന് കാട്ടിക്കൂടെ കയറി, പിന്നെ നീന്തി, അങ്ങനെ പല രീതിയിലാണ് ഇമാർ അമേരിക്കക്കകത്ത് കയറിയത്. അപ്പോൾ അവർ പിടിച്ചു, തിരിച്ചു കൊണ്ടിരുന്നു. ഈ തിരിച്ചു കൊണ്ടിരുന്നത് വേറെ ഉപദ്രവമൊന്നുമില്ല. 600 പേർക്ക് സഞ്ചരിക്കാവുന്ന വിമാനത്തിൽ 200 പേരെ കൊണ്ടിരുന്നുള്ളൂ. 600 പേരുടെ വിമാനത്തിലാണ് 200 പേരെ കൊണ്ടിരുന്നത്. ഭക്ഷണവും വേറെ കാര്യമുണ്ട്. പിന്നെ ഇവർ പറയുന്നത് ആ വിമാനത്തിൽ മൂത്രം ഒഴിക്കാൻ സമ്മതിച്ചില്ല എന്നാണ്. ചുമ്മാ അമേരിക്ക കൂടെ നടന്നപ്പോൾ ഇഷ്ടം പോലെ മൂത്രം ഒഴിച്ചോളാൻ മേലായിരുന്നു. ആര് പറഞ്ഞു വേണ്ടാന്ന്? ഈ വിമാനത്തെ കയറിയപ്പോഴാണോ മുള്ളാൻ മുട്ടുന്നത്? വിമാനത്തെ കയറുമ്പോഴാണോ ഈ ഇന്ത്യ അലയൻസുകാർക്ക് മുള്ളാൻ മുട്ടുന്നത്? ചുമ്മാ അമേരിക്ക കൂടെ തേലാപാലം നടന്നപ്പോൾ ഇഷ്ടംപോലെ പുള്ളിക്കോണമായിരുന്നു. വെറും നുണയാണ് ഇവന്മാർ പറയുന്നത്. അതായത് ഇവന്മാർക്ക് വിമാനത്തെ പോയിട്ട് കാളവണ്ടിയെ കയറാനുള്ള യോഗ്യത പോലും ഇല്ല ഈ പോയമാർക്ക്, ഈ ഇലീഗൽ ഇമിഗ്രൻസിന്. പക്ക ക്രിമിനൽ പരിപാടി കാണിച്ച് സ്വന്തം രാജ്യത്തെ അപമാനിച്ചിട്ട് പറയാം, തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്ക് ബിസിനസ് ക്ലാസ് ടിക്കറ്റ് വേണമെന്ന്. ഒന്നും ഇവന്മാർക്ക് കൊടുക്കത്തില്ല. ഇവർക്കിട്ട അമേരിക്കൻ ഗവൺമെന്റ് 2 അടി കൊടുത്താണ് അവിടുന്ന് വിടേണ്ടത്. ഇവിടെ വരുമ്പോൾ ഇവന്മാരെ സ്വീകരിക്കുമ്പോൾ ഇന്ത്യ ഗവൺമെന്റ് 2 അടി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അതാണ് ശരിക്കും ഇവർക്കിട്ട് ചെയ്യേണ്ടത്. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയതാവുന്നുമല്ല, ഞാൻ ഫെബ്രുവരി 6-ാം തീയതി, ഫെബ്രുവരി 5-നാണ് ഈ ഫ്ലൈറ്റ് വരുന്നത്. ഫെബ്രുവരി 6-ാം തീയതി സോഷ്യൽ മീഡിയ എല്ലാം തുറന്നപ്പോൾ ഇതാ ലോകത്തുള്ള സകല കുഞ്ഞാടും കരയുന്നു.
കേരളത്തിലെ ദീപിക അച്ഛൻ, ദീപിക എഡിറ്റർ, ദീപികയുടെ ലേഖകന്മാര്, കേരള കോൺഗ്രസ്, കത്തോലിക്ക കോൺഗ്രസ്, KCYM, അങ്ങനെ ലോകത്തുള്ള മുഴുവൻ കുഞ്ഞാടുകളും കരയുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താ കുഞ്ഞാടെ കരയുന്നത് എന്തിനാണ്? അയ്യോ, ഞങ്ങളുടെ ഖാലിസ്ഥാൻ അളിയന്റെ കയ്യെ വിലങ്ങ് വെച്ച്, ഞങ്ങളുടെ LTT അളിയന്റെ കയ്യെ വിലങ്ങ് വെച്ച്, ഞങ്ങളുടെ ജിഹാദി അളിയന്റെ കയ്യെ വിലങ്ങ് വെച്ച്, ഞങ്ങളുടെ കൊങ്കി അളിയന്റെ കയ്യെ വിലങ്ങ് വെച്ച്. എവിടെ? അതെ, അമേരിക്കയിലെ ട്രംപ് അവിടെ വിലങ്ങ് വെച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, നിങ്ങൾ വിലങ്ങ് വെച്ചിട്ടില്ലേ? ഇവിടെ കുറ്റം ചെയ്താൽ വിലങ്ങ് വെക്കത്തില്ലേ? വെക്കും. അപ്പൊ അവിടെ കുറ്റം ചെയ്താൽ എങ്ങനെ വിലങ്ങ് വെക്കത്തില്ലേ? വെക്കും. അപ്പൊ ഞാൻ ചോദിച്ചോട്ടെ, ഏത് രാജ്യമാ ബെറ്റർ? അത് അറബ് നാട്. ഓക്കെ, അറബ് നാട്ടിൽ എങ്ങനെയാണ് കുറ്റം ചെയ്താൽ ഇല്ലീഗലിനെ പിടിക്കപ്പെട്ട പൂരെ ഇടിയും കൊടുത്ത് തലയെ മൊട്ടയടിച്ച് കെട്ടി തൂക്കി ഇടുക ചെയ്യുന്നത്. എന്നിട്ട് നാട്ടുകാർ ടിക്കറ്റ് എടുത്തിട്ട് വേണം ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അപ്പൊ ഞാൻ ഈ കള്ള കുഞ്ഞാടുകളോട് പറഞ്ഞു, കരച്ചിലൊക്കെ അവിടെ നിർത്ത്, സത്യസന്ധമായിട്ട് കാര്യത്തെ പഠിക്കും. കൈയാൽ വിലങ്ങ് വെക്കുന്നതാണോ കയ്യും കാലും വെട്ടുന്നതാണോ, ഏതാണ് ശരിക്കുമുള്ള പ്രശ്നമെന്ന് ചോദിച്ചു. അപ്പൊ അത് കയ്യും കാലും വെട്ടുന്നത് തന്നെയാണ്. അപ്പം ജോസഫ് സാറിന്റെ കയ്യും കാലും വെട്ടിയപ്പം നിങ്ങൾ പ്രതിഷേധിച്ചായിരുന്നോ? ഇപ്പം നിങ്ങൾ പ്രതിഷേധിക്കുന്നു. ഈ തീവ്രവാദികളുടെ കയ്യെ വിലങ്ങ് വെച്ചു എന്ന് പറഞ്ഞ് നിങ്ങൾ പ്രതിഷേധിക്കുന്നു. ഇല്ലീഗൽ ഇമിഗ്രൻസിന്റെ, ക്രിമിനൽസിന്റെ കയ്യെ വിലങ്ങ് വെച്ചു എന്ന് പറഞ്ഞ് പ്രതിഷേധിക്കുന്നു. ജോസഫ് സാറിന്റെ കയ്യും കാലും വെട്ടിയപ്പം നിങ്ങൾ പ്രതിഷേധിച്ചായിരുന്നു? അല്ല, അതില്ല, അത് പുള്ളി അങ്ങനെ. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഈ ജോസഫ് സാറിന്റെ 16 വയസ്സുള്ള കൊച്ചു ചെറുക്കനെ പോലീസ് സ്റ്റേഷനിൽ പിടിച്ച് തുണിയും പറിച്ച് ഇടിച്ച് കൂമ്പളക്കി അവന്റെ കയ്യെ വിലങ്ങ് വെച്ചപ്പോൾ നിങ്ങൾ പ്രതിഷേധിച്ചോ? ചെയ്യാത്ത തെറ്റ് അപ്പന്റെ മേൽ ആരോപിച്ച് മകനെ പിടിച്ചിടിച്ച സംഭവം ഉണ്ടായിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, അമേരിക്കയിലോട്ടൊക്കെ ചാടി പുറപ്പെടുന്നതിന് മുമ്പ് തൊടുപുഴ വരെ പോവുക, മൂവാറ്റുപുഴ വരെ പോവുക, എന്നിട്ട് യഥാർത്ഥത്തിൽ നടന്നത് എന്താണെന്ന് പഠിക്കുക. ഓക്കെ, അതൊക്കെ നിങ്ങൾ ചെയ്യുന്നില്ല. ഇപ്പൊ നിങ്ങൾ ഈ ഖാലിസ്ഥാൻകാരനെ വിലങ്ങ് വെച്ചു എന്ന് പറഞ്ഞല്ലേ കാണുന്നത്. ഇപ്പൊ ഒന്നുകൂടി അന്വേഷിക്കുക. ഈ ജോസഫ് സാറിനെയും മകനെയും ഉപദ്രവിച്ച സർക്കിളും SIയും ഒക്കെ പ്രൊമോഷൻ മേടിച്ച് SP ആയിട്ട് ഇരിപ്പുണ്ട്. അവരിപ്പോഴും സർവീസിലുണ്ടോ? അവരെ സപ്പോർട്ട് ചെയ്ത ജോസഫ് സാറിന്റെ മകനെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്ന LDFകാരും UDFകാരും ഇപ്പോഴും ഭരണത്തിലുണ്ടോ? ഉണ്ട്. അപ്പൊ അതുകൊണ്ട് കള്ളക്കരച്ചിൽ അവിടെ നിർത്തുക. സത്യസന്ധമായിട്ട് ഈ പ്രശ്നത്തിലേക്ക് പോവാം. കാരണം ഈ വർഷവും നമ്മുടെ സ്റ്റുഡൻസിന് അമേരിക്കയിൽ പോകാൻ വിസ കിട്ടേണ്ടതാണ്. നമ്മുടെ നഴ്സുമാർക്കും നമ്മുടെ എഞ്ചിനീയർമാർക്കും അമേരിക്കയിൽ പോകാൻ വിസ കിട്ടേണ്ടതാണ്. അവിടുത്തെ ഇലീഗൽസിന്, അവിടെ പിടിക്കപ്പെടുന്ന ഇലീഗൽസിന് നമ്മൾ സ്വീകരിച്ചാൽ മാത്രമേ ഇനി ഫ്യൂച്ചർ വിസ കിട്ടത്തുള്ളൂ, മുന്നോട്ട് വിസ കിട്ടത്തുള്ളൂ. അമേരിക്ക ഒരു ജനാധിപത്യ രാജ്യമാണ്. കള്ളന്മാർക്ക് വേണ്ടി നമുക്ക് നല്ലവരുടെ ചാൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. കള്ളത്തരത്തിൽ പോയതിനു വേണ്ടി നല്ലവരുടെ ചാൻസ് ഇല്ലാണ്ടാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവിടെ പിടിക്കപ്പെടുന്നവരെ ഇവിടെ നമ്മൾ അന്താരാഷ്ട്ര നിയമപ്രകാരം സ്വീകരിച്ചേ പറ്റത്തുള്ളൂ. അവർക്ക് തടി കിട്ടിയാൽ തിരുമിക്കൊള്ളുക, അത്രേ ഉള്ളൂ. അവർക്ക് അമേരിക്കൻ പോലീസ് സംശയം. അതായത് പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട്, ജോ ബൈഡന്റെ കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള ഇല്ലീഗൽ ആയിട്ടുള്ള മൈഗ്രേറ്റ്സിനെ പിടിച്ചിരുന്നു, അവരെ ഇങ്ങോട്ട് തിരിച്ചയച്ചിരുന്നു. പക്ഷെ അന്ന് കയ്യും കാലും ഒന്നും കെട്ടിയല്ല കൊണ്ടുവന്നത്. ഇപ്പോൾ മാത്രം എന്താണ് ട്രംപ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെയുള്ള വ്യാപകമായ പ്രചാരണമാണ്. ഇതിൽ എന്തെങ്കിലും യാഥാർത്ഥ്യമുണ്ടോ? ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ഏറ്റവും സുന്ദരമായ ഒരു വഴിയാണത്. അല്ല, 2012 തുടങ്ങി സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പ്രാബല്യത്തിലുണ്ട്. 2012 തുടങ്ങി ഇങ്ങോട്ട് ചെയ്ത പോലെ തന്നെയാണ് ഇപ്പോഴും ചെയ്തിരിക്കുന്നത്. അന്നേരവും വിലങ്ങ് വെച്ചാണ് കൊണ്ടുവന്നത്. പക്ഷേ അന്ന് ഭരിച്ചുകൊണ്ടിരുന്നത് മൻമോഹൻ സിംഗും പാർട്ടി ആയതുകൊണ്ട് ചേട്ടാ പുറത്ത് പറഞ്ഞേക്കല്ലേ, നാണക്കേടാന്ന് പറഞ്ഞുകൊണ്ട് ഈ വിലങ്ങ് വെക്കപ്പെട്ടവനും വേണ്ടിയില്ല, പത്രക്കാരും വേണ്ടിയില്ല. അന്നും വിലങ്ങ് വെച്ച് തന്നെയാണ് കൊണ്ടുവന്നത്. കാരണം ഈ കൂടെ യാത്ര ചെയ്യുന്നവരുടെയും ബാക്കി പട്ടാളക്കാരുടെയും പൈലറ്റിന്റെയും ഒക്കെ ജീവന് വിലയുണ്ട്. ഈ ക്രിമിനൽസ് എന്തെങ്കിലും കാണിച്ച് വിമാനം തൊണ്ടിലിട്ട് കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ പറ്റത്തില്ല. അന്നും വിലങ്ങ് വെച്ച് തന്നെയാണ് കൊണ്ടുവന്നത്. പക്ഷേ ഇവരെ ക്രിട്ടിക്കൽ ക്വസ്റ്റ്യൻ ഇതാണ്, ആരാണ് ഈ മനുഷ്യക്കടത്ത് നടത്തിയത്? ഈ മനുഷ്യക്കടത്ത് നടത്തിയത് ഇന്ത്യ അലയൻസുകാർ തന്നെയാണ്. കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും ജിഹാദിയും ഖാലിസ്ഥാനിയും ഇവാഞ്ചലിസ്റ്റും പ്രൊസ്റ്റിറ്റ്യൂട്ടും LTTയും എല്ലാം അടങ്ങുന്ന ഇന്ത്യ അലയൻസ് തന്നെയാണ് ഈ മനുഷ്യക്കടത്ത് നടത്തിയിരിക്കുന്നത്. ഇന്ത്യ അലയൻസിന്റെ ഈച്ച് ആൻഡ് എവറി കമ്പോണന്റ് ഈ മനുഷ്യക്കടത്തിൽ പങ്കാളികളാണ്. അപ്പൊ അവരത് അന്ന് മറച്ചു വെച്ചു. ഇപ്പം ഇതെങ്ങനെ ട്രംപിനെതിരെ ഉപയോഗിക്കാം, എങ്ങനെ മോഡിക്കെതിരെ ഉപയോഗിക്കാം? ഇവര് മനുഷ്യക്കടത്ത് നടത്തി 1 കോടി രൂപ, ഇവർ ഓർത്തോണം, 1 കോടി രൂപയാണ് മനുഷ്യക്കടത്തുകാർക്ക് ഈ ഇവന്മാർ കൊടുത്തിരിക്കുന്നത്. അപ്പൊ പോയിരിക്കുന്നത് പൈസ ഇല്ലാത്തവരല്ല, പഞ്ഞം കിടക്കുന്നവരല്ല, പട്ടിണിപ്പാവങ്ങളല്ല. പോയിരിക്കുന്നത് അഹങ്കാരം മൂത്ത്, കൊഴുപ്പ് മൂത്ത്, കോടിക്കണക്കിന് രൂപ കൈക്കൂലി കൊടുത്ത് പോയിരിക്കുന്ന തെമ്മാടികളാണ് ഈ ഇല്ലീഗൽ വഴി പോയിരിക്കുന്നത്. അല്ലാതെ ഈ നാട്ടിലെ പാവപ്പെട്ടവർ പോയതല്ല. ഇപ്പം വേറൊരു നാട്ടിലേക്ക് ഗൾഫിൽ കൂലിപ്പണിക്ക് പോകുന്നവൻ 2 ദിവസത്തോടെ കൂടുതൽ നിന്നു പറഞ്ഞാൽ അവന് വീട്ടിൽ കാശില്ലാഞ്ഞിട്ടാന്ന് പറയാം. ഇവൻ അങ്ങനെയല്ല, വീട്ടിൽ കാശ് കൂടി, ദേഹത്ത് കൊഴുപ്പ് കൂടി, അഹങ്കാരം കൂടിയവനാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിനകത്ത് തന്നെ ഒരു പെണ്ണ്
20 ലക്ഷം രൂപ കൊടുത്ത് ഇംഗ്ലണ്ടിൽ പഠിക്കാൻ വിട്ടതാ. വീട്ടുകാർ അറിഞ്ഞോ അറിയാതെയോ അവിടുന്ന് മെക്സിക്കോയിൽ ചാടി കാട്ടിക്കൂടെ കയറി അമേരിക്ക ചെന്നു. പിടിച്ച് അമേരിക്കൻ പ്രസിഡന്റ് പിടിച്ചു, അവിടെ ഫോഴ്സ് പിടിച്ച് ഇടി കൊടുത്തപ്പോൾ അവള് പറഞ്ഞു അത് ഞാൻ ഇന്ത്യക്കാരിയാന്ന് പറഞ്ഞു. ഉടനെ അവളെ എന്ത് ചെയ്തു, ഇന്ത്യയിലോട്ട് വിട്ടു. ഇപ്പൊ അവള് പറയാം എന്നെ ഇന്ത്യയിലോട്ടല്ല വിടേണ്ടിയിരുന്നത്, ഇംഗ്ലണ്ടിലോട്ടാണ്. കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് ഏതാടി? കയ്യിലിരിക്കുന്ന പാസ്പോർട്ട് ഇന്ത്യൻ പാസ്പോർട്ട്. അപ്പൊ നിന്നെ എങ്ങോട്ടാ വിടേണ്ടത്? ഇന്ത്യയിലോട്ട് തന്നെ. UK-യുമായിട്ട് നിനക്ക് UK-യിലുള്ള വിസ സ്റ്റുഡന്റ് വിസയേ ഉള്ളൂ. നിങ്ങളുടെ ജന്മനാടെന്ന് പറയുന്നത് ഇന്ത്യ. ഇവരെല്ലാം ഈ ഇലീഗൽ ക്രിമിനൽസ് എല്ലാം സ്വന്തം മാതൃരാജ്യമായി ഇന്ത്യയെ അധിക്ഷേപിച്ചവരാണ്, ഇന്ത്യയെ പുച്ഛിച്ചവരാണ്. ഇന്ത്യ കൊള്ളരുതാത്ത സ്ഥലമാണെന്നും പറഞ്ഞ് ഇന്ത്യ ഗവൺമെന്റിനെ അപമാനിച്ചിട്ട് പോയവരാണ്. ഇതിനെല്ലാം പുറമെ അവിടെ ഇലീഗലായിട്ട് ചെന്നിട്ട് ഇന്ത്യ ഗവൺമെന്റിനെതിരെയും ഇന്ത്യക്കെതിരെയും ഹിന്ദുക്കൾക്കെതിരെയും പ്രകടിച്ചവരാണ്. അവിടുത്തെ യുടെ കൂടെയും അവിടുത്തെ ജാതി സഖ്യത്തിന്റെ കൂടെ നിന്നുകൊണ്ട് ഇന്ത്യക്കെതിരെ പ്രകടനം നടത്തിയവരാണ്. അതുകൊണ്ട് ഇവരൊക്കെ ഒരു ദയയും അർഹിക്കുന്നില്ല, ഒരു കരുണയും അർഹിക്കുന്നില്ല. ഇവർക്ക് ഒരു സഹായവും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ഇതെല്ലാം എന്നെ പോലെ തന്നെ ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കേരളത്തിലെ എല്ലാ ക്രിസ്ത്യാനിക്കും അറിവുള്ളതാണ്, എല്ലാ വിശ്വാസിക്കും അച്ഛന്മാർക്കും അറിവുള്ളതാണ്. പിന്നെ എന്തിനാണ് ഈ ദീപിക അച്ഛനും ദീപിക എഡിറ്ററും ദീപിക ലേഖകനും കേരള കോൺഗ്രസും കത്തോലിക്ക കോൺഗ്രസും KCYM മോങ്ങുന്നത്? അന്ധമായ മോഡി വിരോധവും ഇന്ത്യ വിരോധവും, അന്ധമായ ട്രംപ് വിരോധം. ഇതൊന്നും ഇവിടെ നടക്കത്തില്ല. ഈ ഒരു പരിപാടി ഇവിടെ നടക്കത്തില്ല. ഗവൺമെന്റ് കൃത്യമായ നടപടിയെടുക്കും. കുറ്റവാളികളെ മതം നോക്കിയോ ജാതി നോക്കിയോ അല്ല, കുറ്റവാളിയെ കുറ്റവാളിയായിട്ടേ കാണത്തുള്ളൂ. അവർക്ക് ഒരു ഇതും കൊടുക്കത്തില്ല. അതുകൊണ്ട് സമയമായി അവസാനമായിട്ട് ഒരു ചോദ്യം കൂടെ. അതായത് ഈ പല ആളുകളും ഈ പറയുന്ന കാര്യങ്ങളെ എതിർക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇന്ത്യയിലുള്ള പല വ്യക്തികളും ഇത്തരത്തിൽ ഇങ്ങോട്ട് ഇവരെ കൊണ്ടുവരുന്നതിനെ എതിർക്കുന്നു, അവരെ കൈകെട്ടിയാണ് കൊണ്ടുവരുന്നു എന്നൊക്കെ പറയുന്നു. ഇതൊരു തരത്തിൽ ഭാവിയിൽ നമ്മുടെ ഇന്ത്യയിലുള്ള ഇല്ലീഗൽ മൈഗ്രൻസിനെ നമ്മൾ പുറത്തേക്ക് കൊണ്ടുപോകാതിരിക്കാനുള്ള ഒരു തന്ത്രപരമായിട്ടുള്ള ഒരു മുന്നൊരുക്കമാണോ, അല്ലെങ്കിൽ അതിന് തടയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയുക, നമ്മുടെ രാജ്യവിരുദ്ധ ശക്തികളുടെ ഒരു ശ്രമമാണോ? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ. തീർച്ചയായിട്ടും. കാരണം ഈ CAA NRC സമരം വന്ന് ഇവിടെ അനധികൃതമായിട്ട് കുടിയേറിയ ബംഗ്ലാദേശികളെ പുറത്താക്കാൻ തുടങ്ങിയപ്പോൾ ഇവിടുത്തെ കേരള കോൺഗ്രസും കത്തോലിക്ക കോൺഗ്രസും KCYM ഇവിടുത്തെ ഇവാഞ്ചലിസ്റ്റ് എക്കോസിസ്റ്റം പള്ളിയും സ്കൂളും എല്ലാം തുറന്നു കൊടുത്ത് ജിഹാദികളെ അവിടെ കയറ്റിയിരുത്തി ഗവൺമെന്റിനെതിരെ മുദ്രാവാക്യം വിളിപ്പിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പൊ ഇനി ബംഗ്ലാദേശികളെ ഇപ്പൊ ട്രംപിന്റെ ക്ലീനിങ് കഴിയുന്നു. ഇപ്പൊ ബ്രിട്ടൻ തുടങ്ങിയിട്ടുണ്ട്, യൂറോപ്പ് തുടങ്ങിയിട്ടുണ്ട്. എല്ലാ രാജ്യങ്ങളും ഇലീഗൽ ഇമിഗ്രൻസിനെ പുറത്താക്കിക്കൊണ്ടിരിക്കുക. നാളെയോ നാളത്തെ കഴിഞ്ഞോ ഇന്ത്യ ഗവൺമെന്റും അത് ചെയ്തേ പറ്റത്തുള്ളൂ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും അത് പ്രോപ്പറായ സമയത്ത് ചെയ്യും. ബംഗ്ലാദേശികളെ ഇപ്പൊ തന്നെ കേരളത്തിൽ നിന്ന് പിടിച്ച് പുറത്താക്കാൻ തുടങ്ങി കഴിഞ്ഞു. 100ഓളം പേരെ കേരളത്തിൽ നിന്ന് പുറത്താക്കി, 100-200 പേരെ ബോംബെയിൽ നിന്നും ബാംഗ്ലൂരിൽ നിന്നും എല്ലാ സ്ഥലത്തു നിന്നും ബംഗ്ലാദേശികളെ പിടിച്ച് പുറത്താക്കാൻ തുടങ്ങി. അപ്പൊ അത് കൂടുതൽ ലെവലിലോട്ട് വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ ഇവർക്ക് ഇവിടെ ഒരു കലാപം ഉണ്ടാക്കണം. അതിനുള്ള മുന്നൊരുക്കമാണ് ഈ ഇന്ത്യ അലയൻസ് ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം പറയാം, ബംഗ്ലാദേശികളെ വിമാനത്തിൽ ഒന്നും അയക്കത്തില്ല. ബംഗ്ലാദേശിക്ക് വിമാനത്തെ കയറാനുള്ള യോഗ്യതയില്ല. ബംഗ്ലാദേശ് ജിഹാദിക്കോ റോഹിംഗ്യക്കോ വിമാനം കാണാനുള്ള യോഗ്യത പോലും ഇല്ല. അതുകൊണ്ട് അവനെ വിമാനത്തിൽ ഒന്നും വിടത്തില്ല. അവനെ ബംഗാളിന്റെ അതിർത്തി കൊണ്ടുപോയി അവിടെ ഒരു നദിയുണ്ട്, അവിടെ ഒരു വാദത്തടയിൽ കെട്ടിവെച്ചിട്ട് ബംഗ്ലാദേശിലോട്ട് തള്ളിവിടും. അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അന്നേരം കൂടുതൽ ഒച്ചത്തിൽ DBA-ക്കാർക്കും കേരള കോൺഗ്രസുകാർക്കും കുഞ്ഞാടുകൾക്കും ഒക്കെ അറിയാം, ഞങ്ങളുടെ ജിഹാദി അളിയൻ ബംഗ്ലാദേശി അളിയനെ വാദത്തടയെ വെച്ച് ബംഗ്ലാദേശിലോട്ട് വിട്ടു, അയ്യോ എന്ന് പറഞ്ഞ് കരയാം. അതായത് ഇവരൊക്കെ ഉണ്ടല്ലോ പരമപുച്ഛം. അതായത് ഈ രാജ്യത്തെ അധിക്ഷേപിക്കാൻ സൂത്രത്തിൽ ശ്രമിക്കുകയാണ്. ഈ പറഞ്ഞിട്ട് കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റ് ലോബി ഈ അമേരിക്ക ഇലീഗൽസിനെ പുറത്താക്കുന്ന വാർത്തയെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായിട്ട് ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും ദേശവിരുദ്ധതയുമാണ് കാണിക്കുന്നത്. ബംഗ്ലാദേശികളെ എങ്ങനെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാം എന്നാണ് ഇവർ റിസർച്ച് ചെയ്യുന്നത്. അതിനാണ് ഈ പരിപാടിയെല്ലാം ഒപ്പിക്കുന്നത്. അതുകൊണ്ട് ഗവൺമെന്റ് അത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അധികം താമസിയാതെ ട്രംപ് എങ്ങനെ ഇലീഗൽസിനെ പുറത്താക്കുന്നോ അതിലും ക്രൂരമായിട്ട് ഇവിടുത്തെ ഇലീഗൽസിനെ പുറത്തോട്ട് പറഞ്ഞു കൊടുക്കും. അതിൻ്റെ അകത്ത് ഒരു സംശയവും വേണ്ട. അതിന്റെ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. അത് നിയമപരമായിട്ട് തന്നെ ചെയ്യും. അതിനെതിരെ എന്തേലും ഉടായിപ്പുമായിട്ട് ഈ ഇവാഞ്ചലിസ്റ്റ് ലോബി ജിഹാദിയുടെ കൂടെ ഇറങ്ങിയാൽ അതിന് കൃത്യമായ മറുപടി കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ട് DBA-ക്കാരോടും കത്തോലിക്ക കോൺഗ്രസിനോടും കേരള കോൺഗ്രസിനോടും ഒക്കെ പറയാനുള്ളത്, അധികമായിട്ട് മോങ്ങി ചളവാക്കരുത്. നിങ്ങളുടെ അജണ്ടയൊക്കെ കൃത്യമായിട്ട് നാട്ടുകാർക്ക് മനസ്സിലായി. നിങ്ങളുടെ ഖാലിസ്ഥാൻ അളിയനും LTTE അളിയനും ജിഹാദി അളിയനും ബാക്കി സ്മഗ്ലിംഗ് അളിയനും നാർക്കോട്ടിക്സ് അളിയനും ഒക്കെ ട്രംപ് പിടിച്ചു വിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ബംഗ്ലാദേശി അളിയനെ ബംഗ്ലാദേശിലോട്ടും വിടും. അതുകൊണ്ട് കരച്ചിൽ നിർത്തുക, യാഥാർത്ഥ്യം മനസ്സിലാക്കുക, രാജ്യത്തെ സപ്പോർട്ട് ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റിനെ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ സുരക്ഷിതത്വം സപ്പോർട്ട് ചെയ്യുക. അല്ലെങ്കിൽ ഇവിടെ എല്ലാം നിങ്ങളുടെ മുനമ്പം പോലെ വക്കഫായി പോകും.
ബംഗ്ലാദേശ് ഇങ്ങോട്ട് കൂടുതൽ നിങ്ങളുടെ ബംഗ്ലാദേശ് നിങ്ങൾ കരഞ്ഞു ദീപിക അച്ഛനൊക്കെ കരഞ്ഞു മൊത്തം ബംഗ്ലാദേശെ ഇങ്ങോട്ട് കയറ്റിയാൽ ഇവിടെ മൊത്തം വക്കഫായി പോകും. അതുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് കൃത്യമായ സമീപനം ഒരുക്കുന്നത്. അതുകൊണ്ട് കള്ളക്കരച്ചിലുകാർക്ക് എല്ലാവർക്കും ഉള്ള ഒരു മറുപടിയാണ് ഇന്നത്തെ എന്റെ ഈ അഭിമുഖം. കള്ളക്കരച്ചിൽ നിർത്തിയിട്ട് സത്യസന്ധമായിട്ട് കാര്യങ്ങളെ പഠിക്കുക. അതാണ് എനിക്ക് ഇവർക്ക് ഈ കേരളത്തിലെ ഇവാഞ്ചലിസ്റ്റ് ലോബിക്ക് ഇന്ത്യ വിരുദ്ധതയും ഹിന്ദു വിരുദ്ധതയും നിർത്താനുള്ള സമയമായിരിക്കും. അത് മനസ്സിലാക്കുക. തീർച്ചയായും. എന്തായാലും ഓരോ രാജ്യത്തിനും അവരുടെ ആഭ്യന്തര സുരക്ഷ വളരെ പ്രാധാന്യമുള്ളതാണ്. അതിനനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും. അത് നമ്മുടെ രാജ്യത്തിനെതിരായി തന്നെ ഉപയോഗിക്കുകയും നമ്മുടെ രാജ്യത്തെ ഒറ്റിക്കൊടുക്കാൻ ശ്രമിക്കുകയും സത്യസന്ധമല്ലാത്ത പ്രചാരണങ്ങളിൽ വീണുപോവുകയും ചെയ്യുന്ന ആളുകൾ ഒന്ന് തിരുത്തി ആലോചിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ രാജ്യമാണ് പ്രധാനം എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും ഉണ്ടാവരുത് എന്നതാണ് ആദ്യമായിട്ട് നമുക്കും പറയാനുള്ളത്. എന്തായാലും ഈ കാര്യങ്ങളെല്ലാം അങ്ങയുടെ ചർച്ചയിലൂടെ ആളുകൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടാകുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഈ ചർച്ചയുമായി സഹകരിച്ചതിന് ഒരുപാട് നന്ദി സാർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.